ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്മാവും തക്കാളി ചട്നിയുമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഞാൻ ഉണ്ടാക്കിയ നുറുക്ക് ഗോതമ്പും ചട്നിയുമാണിത്. 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് 2-3 പ്രാവശ്യം കഴുകി ഊറ്റിയെടുത്തതാണിത്. കണ്ടോ, 2-3 പ്രാവശ്യം കഴുകി അതിൻ്റെ സ്റ്റാർച്ച് കളയണം. അങ്ങനെ 2-3 പ്രാവശ്യം കഴുകി എടുത്തതാണിത്. അതിനുശേഷം ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ആ നുറുക്ക് ഗോതമ്പ് കുക്കറിലേക്ക് ഇട്ടിട്ട് 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പിന് 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഞാനത് വെള്ളം ഒഴിച്ചത് സ്കിപ്പായി പോയിട്ടുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പിന് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് ഗ്യാസ് കത്തിക്കുക. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ കുക്കർ ഇറക്കി താഴെ വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടിയോ നോൺ സ്റ്റിക്ക് പാനോ എന്ത് വേണേലും വെക്കുക. ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 സ്പൂൺ കടുക് അതിലേക്ക് ഇടുക. കടുക് പതുക്കെ പൊട്ടിത്തുടങ്ങുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇടുക. ഉഴുന്ന് പരിപ്പൊക്കെ ഉപ്പുമാവിനിടുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്ന് കടിക്കാൻ കിട്ടുക എന്ന് പറയുന്നത്. ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഉഴുന്ന് പരിപ്പ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. ആ ഉഴുന്ന് പരിപ്പ് പതുക്കെ ഒരു ഗോൾഡൻ കളർ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു സവോള അരിഞ്ഞത്, 2 പച്ചമുളക്, 2 വറ്റൽ മുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുളകിടാം, 2 ഇതൾ കറിവേപ്പില എന്നിവയിട്ട് വഴറ്റുക. ഞാൻ കടുക് പൊട്ടിച്ചു കഴിഞ്ഞ ഉടനെ ഉഴുന്ന് പരിപ്പിട്ടതിന് ശേഷം വറ്റൽ മുളക് ഇട്ടാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ടത്. എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇടാം. ഞാൻ ഇങ്ങനെയാണ് ഇട്ടത്. അതിനുശേഷം ഒരു 4 ബീൻസ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടുകയാണ്. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം ഇതിനകത്ത്. ക്യാരറ്റോ ക്യാബേജോ എന്ത് വേണേലും ഇടാം. അതിനുശേഷം ഞാനൊരു 1/2 സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ 1/2 സ്പൂൺ ഇട്ട് ആ ബീൻസിൻ്റെ കളറ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പഞ്ചസാര ഇടുന്നത്. നമ്മൾ വെജിറ്റബിൾ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കളർ നഷ്ടപ്പെടാൻ ഒരു 90% നഷ്ടപ്പെടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അത് മൂടി വെച്ച് ഒന്ന് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ ഒരു മുറി തേങ്ങ ചതച്ചെടുക്കുക. ഞാനിത് കൊത്തിയെടുത്ത് മിക്സിയിലിട്ട് ചതച്ചെടുത്തതാണ്. അതിന് വലിയ കഷ്ണമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കും. നമ്മൾ ചതയ്ക്കുമ്പോൾ ചെറുതും വലുതും ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത്. ഞാൻ ചതച്ചപ്പോൾ അതിനകത്തൊരു വലിയ കഷ്ണം വന്നിട്ടുണ്ട്. ഞാനതെടുത്ത് മാറ്റുകയാണ്. നമ്മൾ ചതച്ചിടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ ചുരണ്ടിയിട്ടാൽ ആ തേങ്ങ അങ്ങനെ ചുരണ്ടിയിടുന്നതിനെക്കാട്ടി നല്ലതാണ് ഒന്ന് ചതച്ചിടുമ്പോൾ. ഉഴുന്ന് പരിപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. അതൊരു ടേസ്റ്റ് അല്ലേ. എനിക്ക് തോന്നുന്നു അതൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. നിങ്ങൾക്ക് ചുരണ്ടി വേണമെങ്കിൽ അതാ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ ഉപ്പ് എല്ലാം കൂടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക. ഞാൻ വെളിച്ചെണ്ണയൊക്കെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിക്കാം. 1 സ്പൂൺ കൂടി ഒഴിക്കാം. വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഞാൻ അതൊന്നും ഒഴിച്ചിട്ടില്ല. 2 സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം കുക്കർ തുറന്ന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് കണ്ടോ, കുക്കർ തുറന്ന് ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് വേവിച്ചതാണ് കുക്കറിലിരിക്കുന്നത്. അത് നമ്മളുടെ ആവശ്യാനുസരണം അതിലേക്ക് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ എരിവും ആ വേപ്പിലയും സവോളയും എല്ലാം പച്ചമുളകും എല്ലാത്തിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടി, അതുപോലെ തേങ്ങ ചതച്ചിട്ടതും എല്ലാത്തിൻ്റെയും കൂടി ടേസ്റ്റ് വരാൻ വേണ്ടി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക. നമ്മളുടെ അത്രയേ ഉള്ളൂ, നമ്മളുടെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡിയായി. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ ചെറുതിലേക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ ഉപ്പുമാവ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്കിപ്പോൾ വരും. ഓക്കെ, ഇനി നമുക്ക് അതിന് പറ്റിയ ഒരു ചട്നി ഉണ്ടാക്കാം. തക്കാളി ചട്നിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 സ്പൂൺ കടുകിടുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പ് 1 സ്പൂൺ ഇടുക. അതിനുശേഷം 2 കഷ്ണം വെളുത്തുള്ളി ഒന്ന് ചതച്ചിടുക. നുറുക്കിയിടുന്നതിനെക്കാട്ടി നല്ലത് വെളുത്തുള്ളി ചതച്ചിടുകയാണ്. അതിനുശേഷം 2 ഇതള വേപ്പില, 2 പച്ചമുളക്, 2 വറ്റൽമുളക് അരിഞ്ഞത് എന്നിവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. അതിനുശേഷം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അര സ്പൂൺ ഉപ്പും കൂടി ഇട്ട് വഴറ്റുക. ഉപ്പിട്ട് സവോള വഴറ്റിയാൽ സവോള പെട്ടെന്ന് വഴറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഉപ്പിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിക്കഴിഞ്ഞ് അതിനകത്തേക്ക് ഒരു തക്കാളി, ഞാൻ ഒരു തക്കാളിക്കുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 2 തക്കാളി അല്ലെങ്കിൽ 3 തക്കാളിയുടെ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ കൂട്ടിയെടുക്കുക. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ശരിക്കും വഴഞ്ഞ് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഒരു ടേസ്റ്റിന് വേണ്ട ചേർക്കുക. ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അത് ആറുവാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം മിക്സിയിലിട്ട് ചതച്ചതാണിത്. ഒന്ന് അരയണ്ട, ചതഞ്ഞ് വന്നാൽ മതി. കണ്ടോ, സ്വാദിഷ്ടമായിട്ടുള്ള ചട്നി റെഡി. കണ്ടോ, ഉപ്പുമാവും ചട്നിയും. ഓക്കെ, താങ്ക് യു.